ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓല സ്കൂട്ടറിൻ്റെ ബാക്കിലെ ഡിസ്പാഡ് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മാറാമെന്നുള്ളതാണ്. ഫ്രണ്ടിലെ ഡിസ്പാഡ് മാറുന്നത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഓലയുടെ ബാക്കിൽ ബ്രേക്ക് ഷൂ വേണ്ടി മാറാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് ഈ നെറ്റൊക്കെ ഒന്ന് ലൂസാക്കി വെക്കണം, എന്നാലും വീല് പൊക്കി അഴിക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഞാൻ ഫസ്റ്റ് വീൽ നെറ്റൊക്കെ അഴിക്കാൻ പോവുകയാണ്. ഞാൻ ഈ ഫ്ലാപ്പ് അഴിക്കുവാണ്. കാരണം എനിക്ക് വണ്ടി ഒരു സാധനത്തിന് മുകളിൽ കയറ്റി വെച്ചാൽ മാത്രമേ ടയർ വിടാൻ പറ്റുള്ളൂ, കാരണം സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട്. സോ ഇത് അഴിക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഞാനത് അഴിക്കുവാണ്, റിമൂവ് ചെയ്യാണ്. ഇവിടെ ഒരു നെട്ടുണ്ട്, പിന്നെ ഇവിടെ ക്ലിപ്പുണ്ട്. ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലിപ്പുണ്ട്. ഇതാണ് ക്ലിപ്പ്. ഈ രണ്ട് ക്ലിപ്പ് ഇവിടെ നെട്ടുമുണ്ട്. ഇത് അഴിച്ച് കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാം. ഇനി മേളിലോട്ട് കയറ്റി വെച്ചിട്ട് ഫുള്ള് റിമൂവ് ചെയ്യണം. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ നെട്ടും അഴിക്കണം, മറ്റേ ദൂരം എടുക്കണം. ഇത് അഴിച്ചിട്ട് ഈ നെട്ടും കൂടി റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സാധനം ബെൻഡായി പറ്റില്ല. കാരണം ഇവിടെ നിന്ന് ബെൻഡായി പോലും കൂടെ. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങോട്ട് ലൂസാക്കി ഇടണം ഈ സാധനം. ഇതും കൂടി അഴിച്ചിടണം കേട്ടോ. ഇതിനെ അഴിച്ചിട്ട് ഇതിന് ജസ്റ്റ് ഞാൻ ലൂസാക്കി ഇടണം, അല്ലെങ്കിൽ ഇത് ഊരുമ്പോഴത്തേക്കും ഇവിടുന്ന് ബെൻഡായി പോകും. അതുകൊണ്ട് ഇത് പയ്യെ ഇങ്ങനെ ഊരിയെടുക്കണം. ഇത് അധികം ബെൻഡാകുകയും ചെയ്യരുത്, ഊരിയെടുക്കണം. ഇങ്ങനെ ഊരിയെടുക്കണം. എന്നിട്ട് ഇത് തിക്കി അകത്തോട്ടാക്കണം. പാഡ് മൊത്തം തീർന്നിരിക്കുക, കുറച്ചും കൂടെ ഉണ്ട്. പഴയ പാഡാണ്, പുതിയ പാഡല്ല. പഴയ പാഡിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിക്കി കൊടുക്കേണ്ട അകത്തോട്ട് പോകുന്നത്. ഗ്യാപ്പായി ഫുള്ളകത്തോട്ട് പോയി പാഡ്. അത് ഈ ഫ്രണ്ടിൽ പ്ലേറ്റ് ഉണ്ട്, ഈ പ്ലേറ്റ് ഫ്രണ്ടോട്ട് ഇങ്ങനെ വലിക്കുക. അതെ, അപ്പോൾ എന്നിട്ട് ഈ പാഡ് ഇങ്ങനെ ഊരിയെടുക്കുക, അത് മാറ്റി വെക്കുക. ഇതിങ്ങനെ തള്ളുമ്പോൾ വേണ്ട അകത്തോട്ട് പോകും. ആ പ്ലേറ്റ് തന്നെ അകത്തോട്ട് തള്ളിയാൽ മതി. അകത്തോട്ട് പോകുമ്പോഴും ഈ പാഡ് പയ്യെ നമുക്ക് അതുപോലെ തന്നെ ഊരിയെടുക്കാം. അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഊരിയെടുക്കണം. അത് ഊരിയെടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് നമ്മൾ പയ്യെ അകത്തോട്ട് തള്ളണം. അതെന്തെങ്കിലും ഇതുപോലത്തെ പൈപ്പിൻ്റെ എന്തെങ്കിലും മേടിച്ച് വെച്ചാൽ അതൊന്നും മുട്ടാത്ത രീതിയിൽ കൊണ്ട് വെക്കുക. അത് ചെറിയ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ വെക്കുക. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇവിടെ വെക്കുക. എന്നിട്ട് പയ്യന്ന് മുട്ടിക്കൊടുക്കണം. ഇച്ചിരി ടൈറ്റാണത്, പയ്യെ മുട്ടാൻ പാടില്ല. ഒറ്റയടി കൂട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. പയ്യെ മുട്ടിയിട്ട് ഇതിപ്പോൾ ചെറിയ ഗ്യാപ്പ് വരും. അപ്പോൾ പയ്യെ സ്ക്രൂ ഡ്രൈവർ വെച്ച് പയ്യെ തിക്കിങ്ങനെ പൊക്കിയെടുത്താൽ കേട്ടോ. ഇതിങ്ങനെ മുട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ എഴുതിയുണ്ട്, ഇതുപോലെ ഇങ്ങനെ അഴിഞ്ഞു പോരും. ഇതിൻ്റെ ഇടയിൽ കൂടി എടുത്ത് ആ പാഡും കൂടി മാറ്റാം. രണ്ട് പാഡും മാറ്റി. അത്യാവശ്യം കുറച്ചുണ്ട്, പക്ഷെ എന്നാലും മാറ്റിയേക്കാം, എന്തായാലും അഴിച്ചാലേ. അതിനകത്ത് പാഡ് ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ക്ലാമ്പുണ്ട്, ആ ക്ലാമ്പൊക്കെ എടുത്തൊന്ന് തുടച്ച് റെഡിയാക്കി വെക്കാം. ഈ ക്ലാമ്പിങ്ങിൻ്റെ പോലത്തെ വലിച്ചു കഴിഞ്ഞാൽ ഉരിപ്പോരും ഇതിനകത്തുനിന്ന്. എന്നിട്ട് നമ്മൾ കയ്യെടുത്ത് കുറച്ച് ഗ്രീസൊക്കെ തേച്ച് തിരിച്ച് പോകണം. ഞാൻ ഗ്രീസൊക്കെ എടുക്കട്ടെ. ഗ്രീസ് എടുത്തിട്ട് പയ്യെ തേച്ച്
ശരിക്കും പ്രസ് ചെയ്തിട്ട് റബ്ബർ ലോക്കിൽ വീഴണം, റബ്ബർ ലോക്കിൽ വീഴണം കേട്ടോ, അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം കയറും. ശ്രദ്ധിക്കണം, ശരിക്കും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കയറും. ഓൺലൈൻ വഴി മേടിക്കാണ്. രണ്ട് ബ്രേക്ക് ഷൂ. ഫസ്റ്റ് നമ്മുടെ സാധനം ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് മുട്ടി കൊടുക്കണേ. ബ്രേക്ക് പാഡിൻ്റെ ഈ സൈഡിലോട്ടാണ് ഇത് കയറുന്നത് കേട്ടോ. ഇവിടെ ഗ്രൂ ഉണ്ട്, ആ ഗ്രൂ ഇതിൻ്റെ കറക്റ്റായിട്ട് വന്ന് നിൽക്കണം. നമ്മൾ ക്ലാമ്പിങ്ങനെ എടുത്തില്ല, അത് ക്ലാമ്പിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ചിട്ട് പാഡ് ജസ്റ്റ് ഈ ക്ലാമ്പ് ബാക്കോട്ടിങ്ങനെ വലിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് കറക്റ്റായിട്ട് ഹോളിൽ കയറിക്കോളും. ചെറിയ പാഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിടാൻ പറ്റില്ല. ആദ്യം വലിയ പാഡ് ഇട്ടിട്ട് വേണം ചെറിയ പാഡ് ഇടാൻ. ഇട്ടിട്ട് ക്ലാമ്പ് കറക്റ്റാണെന്ന് നോക്കണം രണ്ട് സൈഡും. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. എന്നിട്ട് ഈ പാഡ് ഇടാൻ വേണ്ടിയിട്ട് ഇത് ഫ്രണ്ടിലോട്ട് തിക്കിയാൽ മതി. ക്ലാമ്പ് ഫ്രണ്ടിലോട്ട് തിക്കുക. അത് ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ കയറ്റി വെച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ആ ക്ലാമ്പ് പ്രസ് ചെയ്യണം, ബ്രേക്ക് പാഡിനെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് ബാക്കോട്ട് വലിക്കണം. ഒരു ഗ്രൂ ഉണ്ട്, ആ ഗ്രൂവിനകത്ത് കറക്റ്റായിട്ട് വീഴണം. ഇത് രണ്ട് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ബ്രാക്കിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം, ഒന്ന് പ്ലേ ഉണ്ടാകാൻ നോക്കണം. ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അഴിച്ചിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. രണ്ടും കൂടി ഒന്നും ഇട്ടാൽ കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്ത് കയറ്റുക. ക്ലാമ്പ് ഇടുക, അത് ചെയ്യാറുണ്ട്. ബോട്ടിന് കയറും. അതിൻ്റെ രണ്ട് നെട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാം. താഴെ തന്നെ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ അടിയിൽ നെട്ട് അയച്ചില്ലേ, അതും ടൈറ്റ് ചെയ്ത് കൊടുക്കണം, മറന്നു പോരുത്. അടിക്കണതെല്ലാം തുടച്ചിട്ട് കൊടുക്കണം. കാരണം ഇനി പിന്നെ തുരുമ്പ് വന്ന് കയറി നശിച്ചു പോകും. അഴിച്ച് ജസ്റ്റ് ഗ്രീസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളെന്തായാലും അഴിച്ച സ്ഥിതിക്ക് പരമാവധി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അടമൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നീട് കൈ കയറില്ല. ഈ ഭാഗത്തൊക്കെ നിറച്ചെടുക്കുക, ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഡിസ്പ്ലേറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കറക്കി വെക്കുക. ടൈറ്റ് വല്ലതും ഉണ്ടാകുന്ന നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ടയർ തിരിച്ച് റീപ്ലേസ് ചെയ്യാം.